നമസ്കാരം, ഞാൻ അനന്തലക്ഷ്മി. തനിമ സ്പെഷ്യൽ ന്യൂസ്. കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് വീണ്ടും വികസന കുതിപ്പിലേക്ക്. തികച്ചും അനിവാര്യമായ ഒരു പദ്ധതിക്ക് കൂടി തുടക്കം കുറിച്ചിരിക്കുകയാണ് കാട്ടാക്കട പഞ്ചായത്ത്. ഏവരുടെയും ജീവിതത്തിൽ ഉറപ്പായും സംഭവിക്കുന്ന മരണമെന്ന സത്യത്തെ സ്വാംശീകരിക്കുവാൻ ഒരു പൊതു ഇടം, അതായത് സ്മൃതിയിടം എന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. നഗര സ്വഭാവത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന കാട്ടാക്കട പഞ്ചായത്തിന്റെ ഗ്രാമജീവിതത്തിൽ ഒരു പൊതു ശ്മശാനം ആവശ്യമാണെന്ന തിരിച്ചറിവാണ് ഇങ്ങനൊരു സ്മൃതിയിടം ഒരുക്കുവാൻ തങ്ങളെ പ്രേരിപ്പിച്ചതെന്ന് പ്രസിഡന്റും സെക്രട്ടറിയും പറഞ്ഞത്. കോവിഡ് സമയത്ത് ജീവൻ നഷ്ടപ്പെട്ടവരുടെ ബോഡിയുമായി ആംബുലൻസുകൾ ചീറിപ്പാഞ്ഞപ്പോൾ കാട്ടാക്കടയിൽ ഒരു ശ്മശാനം ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് എല്ലാവരും ആഗ്രഹിച്ചതാണ്. ഈ ആഗ്രഹം ഇന്ന് സഫലമായി മാറിയിരിക്കുകയാണ്. പൊതുയിടം എന്ന സ്മൃതിയിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം ആമച്ചൽ വാർഡിൽ ചെമ്മണ്ണ് വിളയിൽ കാട്ടാക്കട MLA അഡ്വക്കേറ്റ് IP സതീഷിന്റെ അധ്യക്ഷതയിൽ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി GR അനിൽ ഉദ്ഘാടനം ചെയ്തു. മുഖ്യാതിഥിയായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുമാർ പങ്കെടുത്തു. ബ്ലോക്ക് പ്രസിഡന്റ് ഇന്ദുലേഖ, വൈസ് പ്രസിഡന്റ് മഞ്ജുഷ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, ചെയർപേഴ്സൺസ്, പഞ്ചായത്ത് സെക്രട്ടറി സുരേഷ് കുമാർ, കൺവീനർ KV ശ്യാം, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, LSJDAE അരുണ, പാർട്ടി നേതാക്കൾ തുടങ്ങിയവരുടെ സാന്നിധ്യവും ഉണ്ടായിരുന്നു. സ്മൃതിയിടം ഏറ്റവും അനിവാര്യമായ ഒരു പദ്ധതിയാണ് സ്മൃതിയിടം. അപ്പോൾ അതുപോലെ ഒരാഴ്ചയ്ക്ക് മുമ്പേ അതിൻ്റെ ഉദ്ഘാടനം. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയാം. ഒരു പൊതു ഇടം, അത് സ്മൃതിയിടം എന്ന പേരിൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഈ കോവിഡ് കാലത്താണ് ഇങ്ങനൊരു ആശയം നമ്മുടെ മുമ്പിൽ വരുന്നത്. നമ്മുടെ ഉടയവരുടെയും ഉറ്റവരുടെയും മൃതശരീരം ദിവസങ്ങളോളം മോർച്ചറിയിൽ സൂക്ഷിച്ചു. എല്ലാ ശ്മശാനങ്ങളും, പൊതു ഇടങ്ങളായിട്ടുള്ള പൊതു ശ്മശാനങ്ങളെല്ലാം തന്നെ നിറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് കാട്ടാ ഗ്രാമപഞ്ചായത്തിലും ഇങ്ങനൊരു പൊതു ശ്മശാനം, ഒരു പൊതു ഇടം എന്ന നിലയിൽ വേണമെന്ന അഭിപ്രായം ഉയർന്നു വന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഐകകണ്ഠേന സർവകക്ഷി യോഗം വിളിക്കാൻ തീരുമാനിച്ചു. ആ സർവകക്ഷി യോഗം ഭൂമി വാങ്ങാനും ആ ഭൂമിയിൽ സ്മൃതിയിടം പണിയാനുമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഇപ്പോൾ എല്ലാ അനുമതിയും വാങ്ങി, 40 സെൻറ്റ് ഭൂമി വാങ്ങി, അതിനുള്ള അനുമതിയെല്ലാം കളക്ടറിൽ നിന്നുള്ള അനുമതിയെല്ലാം വാങ്ങി. സ്മൃതിയിടത്തിൻ്റെ കെട്ടിടത്തിൻ്റെ നിർമ്മാണോദ്ഘാടനം നമ്മുടെ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ശ്രീ GR അനിലാണ് നിർവഹിച്ചത്. നമ്മുടെ MLA പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് IP സതീഷ് ആ യോഗത്തിൽ അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റടക്കം നിരവധി ജനപ്രതിനിധികൾ ആ പരിപാടി പങ്കെടുത്തു. വലിയ ആവേശപൂർവമായ ആ ഒരു ഭാഗമായിട്ടാണ് നാട്ടുകാർ പോലും ഈ പ്രവർത്തനത്തെ വളരെ ശ്ലാഘനീയമായ നിലയിലാണ് കാണുന്നത്. ഇനി ഞങ്ങൾക്ക് കെട്ടിടത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫർണസ്, അതിൻ്റെ ഈ അടുപ്പ് നമുക്ക് വാതക ശ്മശാനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വാതകത്തിലൂടെയാണ് അതിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടത്തുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള എല്ലാ സംവിധാനവും ഒരുക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത്. ഒരു ജൂൺ ജൂലൈ മാസത്തിൽ ഉദ്ഘാടനം നിർവഹിക്കാൻ കഴിയുന്ന നിലയിൽ ആ പൊതു ഇടം, സ്മൃതിയിടം എന്ന പേരിലുള്ള പൊതു ഇടം എല്ലാവർക്കും പിന്നെ അനിവാര്യമായ ഒരു ഭാഗമായി അത് മാറുകയാണ്. കാരണം ഇത് അനിവാര്യമായെന്ന് പറയാൻ കാരണം മരണം എന്നത് എല്ലാവരെയും ബാധിക്കുന്ന പ്രശ്നം അതാണ്. കോവിഡ് സമയത്ത് ക്രിസ്ത്യാനിയെന്നോ മുസൽമാനെന്നോ ഹിന്ദുവെന്നോ ഇല്ലാതെയാണ് ഈ പൊതു ഇടങ്ങളിൽ സംസ്കരിച്ചിരുന്നത്. അതുപോലെ തന്നെ നാളുകളിൽ നമ്മുടെ കാട്ടാ ഗ്രാമപഞ്ചായത്ത് നഗരതുല്യമായ ഒരു പഞ്ചായത്തായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. അവിടെ 3 സെൻറ്റ് ഭൂമിയും അല്ലെങ്കിൽ 4 സെൻറ്റ് ഭൂമിയും ഉള്ള ആളുകൾക്ക് ഇത്ര ഒരു പൊതു ഇടം വന്നാൽ അത് അവർക്ക് സംസ്കാര പ്രവർത്തനം നടത്താൻ വേണ്ടിയുള്ള മൃതദേഹങ്ങളെല്ലാം യഥാവിധി സംസ്കരിക്കാൻ ആവശ്യമായിട്ടുള്ള ഇടമായി മാറുകയാണ്. ഏതായാലും കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് വളരെ അഭിമാനത്തോടുകൂടി തന്നെ ഞങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത് എല്ലാ വിഭാഗത്തിനെയും കൂട്ടിച്ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന പഞ്ചായത്ത് ഭരണസമിതി എന്ന നിലയിൽ അത് ആഗ്രഹ രൂപത്തിൽ ഒരു ഹാപ്പിനെസ് ഇൻഡെക്സിലേക്ക് ഞങ്ങളെ പഞ്ചായത്ത് വിവിധങ്ങളായ പ്രവർത്തനം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ സ്മൃതിയിടവും ഞങ്ങളെ ജനങ്ങൾ ഏറ്റെടുക്കും എന്ന പ്രതീക്ഷയാണ് പഞ്ചായത്ത് ഭരണസമിതിക്ക് വേണ്ടി അധ്യക്ഷനിൽ എനിക്ക് സൂചിപ്പിക്കുന്നത്. ഇതിന് സഹകരിക്കുന്ന മുഴുവൻ ആളുകളെയും ഗ്രാമപഞ്ചായത്തിന് വേണ്ടി നന്ദി കൂടി അറിയിക്കുന്നു.
ഇപ്പോൾ കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് നമുക്കറിയാം നഗര സ്വഭാവമുള്ള ഒരു ഗ്രാമപഞ്ചായത്താണ്. ഇപ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ മരണപ്പെടുന്നവരെ മറവ് ചെയ്യുന്നതിന് ഒരു പൊതുവായിട്ടുള്ള ഒരു സംവിധാനം നമ്മൾ കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് സമീപ ഗ്രാമപഞ്ചായത്തായ മാറനല്ലൂരുള്ള പൊതു ശ്മശാനത്തിലേക്കും അതേപോലെ തന്നെ തിരുവനന്തപുരത്ത് ശാന്തി കവാടത്തിലേക്കും ഒക്കെയാണ് മൃതശരീരം കൊണ്ടുപോയി ദഹിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാഴ്ചപ്പാടിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ 2024-25 വാർഷിക പദ്ധതിയിൽ ഇത്തരത്തിൽ ഇവിടെ നമുക്ക് ഒരു ശ്മശാനം ഗ്രാമപഞ്ചായത്തിന് സ്വന്തമായിട്ട് ഒരു ശ്മശാനം നിർമ്മിക്കുക എന്നുള്ള വളരെ ഏറ്റവും പുരോഗമനാത്മകപരമായ, അതായത് അനിവാര്യമാണ്, ഇത് ഏതൊരു പ്രദേശത്തും അനിവാര്യമായിട്ടുള്ള ഒന്നാണ് ഇത്തരത്തിലുള്ള ശ്മശാനം പോലെയുള്ള സംവിധാനം. അപ്പോൾ ആ കെട്ടിടത്തിൻ്റെ പകുതിയോളം നിർമ്മാണം പൂർത്തിയായി വരികയാണ്. അപ്പോൾ അതിൻ്റെ ചുറ്റുമതിലിൻ്റെ നിർമ്മാണം പുരോഗമിക്കുന്നു, അതിൻ്റെ അനുബന്ധ കെട്ടിടങ്ങളുടെ നിർമ്മാണം പുരോഗമിക്കുന്നു, അതേപോലെ ഫർണസും അതൊക്കെ സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള അതിൻ്റെ അടിത്തറയും ബാക്കിയുള്ള സംവിധാനങ്ങളെല്ലാം ആയി കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ഈ ഭരണസമിതിയുടെ സമയത്ത് തന്നെ ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച് ഇത് തുറന്നു കൊടുക്കണം എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട ഭരണസമിതി തത്വത്തിൽ തീരുമാനിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. അതിന് ആവശ്യമായിട്ടുള്ള എല്ലാ പിന്തുണാ സംവിധാനങ്ങളും നമ്മുടെ ഓഫീസ് തലത്തിൽ ചെയ്തു കൊടുക്കുന്നുണ്ട്. എന്തായാലും വളരെ 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 പ്രധാനപ്പെട്ട ഏറ്റവും നല്ല പദ്ധതികളിൽ ഒന്നായിട്ട് തന്നെ ഗ്രാമപഞ്ചായത്തിൻ്റെ നിലവിലുള്ള ഭരണസമിതിയെ എക്കാലവും അവരുടെ ഒരു കയ്യെഴുത്ത് എല്ലാവരുടെയും മനസ്സിലുണ്ടാകുന്ന തരത്തിലുള്ള ഒന്ന് തന്നെയാണ് ഈ സ്മൃതിയിടം. ഇത് വരുന്നതോടുകൂടി നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രദേശത്തുള്ള ആൾക്കാർക്ക് സമീപ ഗ്രാമപഞ്ചായത്തിൽ ആയ മാറനല്ലൂരിൻ്റെ പൊതു ശ്മശാനത്തിലേക്കും മറ്റ് വെള്ളനാട് അതേപോലെ തിരുവനന്തപുരം ഭാഗത്തേക്കും ഇത്തരത്തിൽ ശ്മശാനം അന്വേഷിച്ച് പോകേണ്ട ഒരു സാഹചര്യത്തിന് വിരാമമാകും എന്നാണ് കരുതുന്നത്. ആധുനിക സംവിധാനങ്ങളെല്ലാം ഒരുക്കിക്കൊണ്ടാണ് ഇതിൻ്റെ നിർമ്മാണം പുരോഗമിക്കുന്നത്. എന്തായാലും അതിൻ്റെ രൂപകൽപ്പനയും അതിൻ്റെ ബാക്കിയുള്ള അപ്രോച്ച് റോഡുമെല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ അതിൻ്റെ നിർമ്മാണം പുരോഗമിക്കുന്നു. ഈ വരുന്ന ഏകദേശം ഒരു ഓഗസ്റ്റോടുകൂടി വരുന്ന ഇപ്പോൾ ഫെബ്രുവരി ആയി, ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തോടുകൂടി ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. കാരണം ഇതിന് കുറച്ച് ഫണ്ടിങ് കൂടെ നമുക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട്. ശുചിത്വ മിഷനിൽ നിന്നും സർക്കാരിൽ നിന്നും കുറച്ച് ഫണ്ടിങ് കൂടെ ലഭിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇനി ഏറ്റവും കൂടുതൽ കോസ്റ്റ്ലി ആയിട്ടുള്ള നിർമ്മാണ ഘട്ടം ഇനിയാണ് വരാൻ പോകുന്നത്. ഫർണസും അതിൻ്റെ ബാക്കിയുള്ള ഇൻസ്റ്റലേഷനും എല്ലാം വരുമ്പോഴാണ് ഏകദേശം ഒരു 35-40 ലക്ഷം രൂപയോളം അതിന് ചിലവ് വരും. അത് ശുചിത്വ മിഷനിൽ നിന്ന് നല്ലൊരു ഷെയർ കിട്ടും. ഗവൺമെൻറ്റിൽ നിന്ന് ഒരു സഹായം പ്രതീക്ഷിക്കുന്നുണ്ട്.